കുടിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് തരാം. എന്നിട്ട് പെട്ടെന്നും അവൻ അവളെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതിനുശേഷം അവൻ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മറ്റേ തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷാൻഷായ് അവിടെ കാരണം അവളെ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്ത്. അതേസമയം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയ നമ്മുടെ ഷാൻഷായ് അടുത്ത ദിവസം സ്കൂളിൽ വരാത്തോണ്ട് FR ഒക്കെ വന്ന് ചെന്നിനോട് ചോദിക്കും, എടാ നീ ഷാൻഷായെ കണ്ടായിരുന്നോ? അവൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്നിട്ട് അവന്മാരെ ചോദിക്കുമ്പോൾ ചെന്നും ഇല്ല ഞാനും വിളിച്ചു നോക്കിയായിരുന്നു, അവൾ എടുത്തില്ല. അവളുടെ പാരന്റ്സ് എന്നോടും ചോദിച്ചു. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവന്മാരും ചോദിക്കുന്നത്, എങ്കിൽ ശരി ചാൻ ഷാൻഷായ ക്ലാസ് വരുവാണെങ്കിൽ നീ ഞങ്ങളെ വിളിച്ചു പറ. എന്നിട്ട് അവന്മാരും പറഞ്ഞിട്ട് വീണ്ടും ഷാൻഷാ അന്വേഷിക്കുമ്പോഴാണ് അവൾ അവിടെ കാണാത്തോണ്ട് നമ്മുടെ ചെൻ ക്ലാസ് ഇരിക്കുമ്പോൾ വീണ്ടും ഫോൺ വിളിച്ച് ചോദിക്കും, എടാ ചെൻ അവൾ ക്ലാസ്സിൽ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താണ് വിളിക്കാത്ത? എന്നിട്ട് അവന്മാർ ചോദിക്കുമ്പോഴാണ് അവനും അയ്യോ അതിന് ഷാൻഷായ വരണ്ടേ, അവൾ ക്ലാസ്സിലും വന്നില്ല. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവന്മാരും എങ്കിൽ ശരി നീ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടിയാ. എന്നിട്ട് അവന്മാരും പറയുമ്പോഴാണ് ഇത് കേട്ട് ചെന്നും FRനെ കാണാൻ വേണ്ടി അവിടെ പോകുന്നത്. അപ്പോഴാണ് അവന്മാരും ചോദിക്കുന്നത്, ചെൻ നീ അവസാനമായിട്ട് ഷാൻഷായ എപ്പോഴാ കണ്ട? അത് സീഹോഡ് അനിയന്റെ കൂടെ അവള് പുറത്തു വന്നിട്ടുണ്ട്, അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ല. ഷാൻഷയ്ക്കും തെറ്റി. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവന്മാരും അതറിയാനാണ് നിന്നോട് ചോദിക്കുന്നത്. അപ്പൊ അവൾ അവസാനം മീറ്റ് ചെയ്തത് ആ സീഹോയുടെ ബ്രദറായിട്ടല്ലേ? എന്നിട്ട് ഇവന്മാരും ഷാൻഷായ് മിസ്സായ കാര്യം മിങ്ങിനോട് പറയാൻ പോകുമ്പോഴാണ് അതേസമയം നമ്മുടെ ഷാൻഷായിനെ കാണിക്കുന്നത്. അങ്ങനെ അവളെ കിഡ്നാപ്പ് ചെയ്ത ഗ്യാങ് ഷാൻഷായെ കെട്ടിട്ടിട്ട് അവന്മാർ സംസാരിച്ചോണ്ടിരിക്കും, ബോസ് ഇവളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത ആ മിങ് ഇവിടെ വരുമല്ലേ? എന്നിട്ട് ഇവന്മാരെല്ലാം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. കാരണം ഷാൻഷായെ പിടിക്കാൻ കാരണം മിങ്ങിനെ ഇവിടെ വരിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ സീഹോയുടെ ബ്രദർ അവിടേക്ക് വരും. ഇത് കണ്ട് ഷാൻഷായും അവനെ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോഴാണ് അവൻ ആ കിഡ്നാപ്പ് ചെയ്തവന്മാരുടെ ബോസിന്റെ അടുത്തേക്ക് പോയിട്ട്, ബോസ് നിങ്ങൾ എന്നോട് പറയാതെ ഇവളെ കിഡ്നാപ്പ് ചെയ്തിട്ടൊന്ന്. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് ഷാൻഷായ്ക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാരും കൂടെ ഒരു ടീമാന്ന്. അപ്പോഴാണ് ബോസും എടാ നീ വരുന്നതിലൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവൾ എത്രയും പെട്ടെന്ന് പൊക്കിയാലേ ആ മിങ്ങിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവിടെ വരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും വർഷം അവ എന്നെ അടിച്ചതിനുള്ള പ്രതികാരം എനിക്ക് തീർക്കണം, ഇതാ ബെസ്റ്റ് ചാൻസ്, ഇവളെ വെച്ച് നമുക്ക് അവനെ പിടിക്കാം. എന്നിട്ട് അയാളും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, ബോസ് അവനെ പിടിക്കാൻ വേണ്ടി ഇവളെ നമുക്ക് ഭീഷണിയൊന്നും പെടുത്തണ്ട, കാരണം ഇവൾക്ക് FRനെ ഇഷ്ടമല്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട ആ ബോസും ദേഷ്യപ്പെട്ട്, എടാ കുറച്ചു ദിവസം ഇവളുടെ കൂട്ടായപ്പം നീ അവൾക്ക് സപ്പോർട്ടായോ? നീ മറന്നുപോയോ? ഇവളുടെ കൂട്ടാകാൻ കാരണം ആ മിങ്ങിനെ നമ്മൾ പിടിക്കാൻ വേണ്ടിയാണ്. അവൻ പണ്ട് എന്നെ അടിച്ചതൊക്കെ നീ മറന്നുപോയോ? അവൻ കാരണം എന്റെ ബിസിനസ് തന്നെ ലോസ് ആയി പോയി. എന്നിട്ട് അയാളും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, ബോസ് ഞാൻ ഒന്നും മറന്നിട്ടില്ല, ഞാൻ ഇപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ബോസ് എനിക്ക് 2 മിനിറ്റ് സമയം എന്താ, ആ മിങ്ങിനെ ഞാൻ വരിപ്പിക്കാം. എന്നിട്ട് അവൻ പറഞ്ഞിട്ട് ഇവെല്ലാം കുറച്ച് സമയം മാറി നിൽക്കും. അപ്പോഴാണ് അവന് ഷാൻഷായുടെ അടുത്ത് ചെന്നിട്ട്, ഷാൻഷായ് നിന്നെ ഉപദ്രവിക്കാനല്ല ഞങ്ങളുടെ പ്ലാൻ, ആ മിങ്ങിനെ ഇവിടെ വരുത്താൻ വേണ്ടിയാ നിന്നെ കിഡ്നാപ്പ് ചെയ്ത. ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നെ ഒരു കുറ്റക്കാരനായിട്ട് നീ കാണണ്ട, കാരണം ആ മിങ് ഞങ്ങളുടെ ബോസിന്റെ കാലം ഒടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ പ്രശ്നമായിട്ട് അവനും ജയിലിൽ പോയായിരുന്നു, പക്ഷെ അവന്റെ പവർ കാരണം അവൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. പക്ഷെ ഞങ്ങളുടെ ബോസ് ഇപ്പോഴേ ഇറങ്ങിയ, അതാ അവനെ വരുത്താൻ വേണ്ടി നിന്നെ കിഡ്നാപ്പ് ചെയ്ത. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, എന്നെ കിഡ്നാപ്പ് ചെയ്ത് അവൻ എന്തിനാ വരുന്നത്, അതിന് ഞങ്ങളെ ലവേഴ്സ് ഒന്നും അല്ലല്ലോ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ മിങ്ങിനെ പിടിക്കാൻ വേണ്ടിയാണോ എന്റെ കൂടെ ഫ്രണ്ട് ആകുന്ന പോലെ ആക്ട് ചെയ്ത? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അവനെ പിടിക്കാൻ വേണ്ടിയാ ഞാൻ നിന്റെ കൂടെ ഫ്രണ്ടായ, അല്ലാതെ വേറെ ഇന്റൻഷൻ ഒന്നും എനിക്കില്ല. എന്നിട്ട് അവൻ പറയുമ്പോൾ പെട്ടെന്ന് അവന്റെ ടീമിൽ വേറൊരുത്തം വന്നിട്ട്, എടാ അവളുടെ വായിലെ ടേപ്പ് എന്തിനാ ഡാലെ കളഞ്ഞ? എന്നിട്ട് വീണ്ടും ഒട്ടിച്ച് ഷാൻഷയുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ മിങ്ങിനെ അയച്ചു കൊടുക്കും. അതേസമയം FRും അവൾ കാണാതായ കാര്യം മിങ്ങിനോട് പറയുമ്പോഴാണ് മിങ്ങിന് അതേസമയം തന്നെ യുമാരയച്ച ഫോട്ടോ വരും. അങ്ങനെ അത് കണ്ട് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് ഇതേ സമയം യുമാരെല്ലാം നമ്മുടെ മിങ്ങിനെ റെസ്പോണ്ട് ഇല്ലാത്തണ്ട്, എടാ ഫോട്ടോ അയച്ചിട്ട് അവൻ അനക്കില്ലല്ലേ, ഒരു പക്ഷേ ഇവളെ അടിച്ചാല് അവൻ വരുമെന്ന് തോന്നുന്നുള്ളു. എന്നിട്ട് യുമാരും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, നിങ്ങൾ എന്നെ എത്ര ഉപദേശിച്ചാലും അവൻ ഇവിടെ എന്നെ രക്ഷിക്കാൻ വരത്തില്ല, കാരണം ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട ബോസും എന്തോ അടി ഓവറായിട്ട് പോകുന്നത്. എന്നിങ്ങനെ ഷാൻഷായിട്ട് അടിക്കാൻ തുടങ്ങും. അങ്ങനെ അടിയും വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഷാൻഷായ് ആ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവൾ അടിക്കുന്നത് കൊണ്ട് മിങ്ങൊന്നും സഹായിക്കാൻ വരത്തില്ലെന്ന്. അപ്പോഴാണ് അവൻ തിരിച്ച് വീണ്ടും അടിക്കാൻ പോകുമ്പോൾ കറക്റ്റ് അതേസമയം ഒരു ശബ്ദം കേൾക്കും, ഇനി നീ അവളെ അടിച്ച നിനക്ക് പിന്നെ ജീവൻ കാണത്തില്ല. എന്നിങ്ങനെ മിങ് ദേഷ്യപ്പെട്ട് അവിടേക്ക് വരും. ഇത് കണ്ട് അവള് ഷോക്കായി അവനത്തെ നോക്കും, കാരണം ഇവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ വരത്തില്ലെന്നാണ് അവൾ വിചാരിച്ചത്. അപ്പോഴാണ് ഷാൻഷായെ കണ്ടിട്ട് അവനും, ഷാൻഷായ് നീ ഇങ്ങനെ കരയുന്ന കണ്ണുകൊണ്ട് എന്നെ നോക്കാതെ നിങ്ങൾക്ക് എന്നോടല്ലേ പ്രതികാരം ചെയ്യണ്ടേ, അവളെ വിട്ടിട്ട് എന്നെ എന്തുവേണമെങ്കിലും ചെയ്തോ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട ബോസിന്റെ ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ മിങ്ങിനെ കമ്പിയും കൊണ്ടൊക്കെ അടിച്ചിടും. അങ്ങനെ ഇത് കണ്ട് അവളും സഹിക്കാൻ പറ്റാതെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവന്മാരെ അവൻ അടിച്ചിട്ട് തറയിലാക്കും. അപ്പോഴാണ് അവളും പെട്ടെന്ന് കരഞ്ഞോണ്ട് അടുത്തേക്ക് വന്നിട്ട്, മിങ് നീ എന്തോ അവരെ അടിക്കാത്ത, നീ അവരെ തിരിച്ചടി. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും, ഷാൻഷായ് ഞാനിപ്പോ തിരിച്ചടിക്കുവാണെങ്കിൽ ഞാൻ തോറ്റെന്ന അർത്ഥം. എന്നിട്ട് അവനും പറഞ്ഞോണ്ട് ബോധം കെട്ട് വീഴും. അതേസമയം തന്നെ അവന്മാരും നമ്മുടെ ഷാൻഷയും കൂടെ അടിച്ച് ബോധമില്ലാതാക്കും. അങ്ങനെ ഇപ്പൊ ഈ കാര്യമൊക്കെ അറിഞ്ഞ് പോലീസൊക്കെ അവിടെ നിന്ന് പ്രശ്നം സോൾവ് ആക്കുമ്പോഴാണ് ഷാൻഷയ്ക്കും മിങ്ങിനെ ഇങ്ങനെ പറ്റിയ കാര്യം അറിഞ്ഞ് അവെല്ലാം ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോഴാണ് ഷാൻഷയെ കണ്ട് അവളുടെ പാരന്റ്സ് വിഷമിച്ചിരിക്കുമ്പോൾ അവൾ എഴുന്നേറ്റിട്ട് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ മിങ് എവിടാന്ന്, കാരണം അവനായിരിക്കും കൂടുതൽ അടി വാങ്ങിച്ചത്. അപ്പൊ ഇത് കേട്ട അച്ഛനമ്മയും അവൻ അടുത്തുള്ള റൂമിലെന്ന് പറഞ്ഞ ഉടനെ അവളും പെട്ടെന്ന് അവനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് പുറത്തിരുന്ന് നമ്മുടെ ഹുവ വിഷമിച്ചോണ്ട്, സോറി ഷാൻഷായ് എനിക്കിത് പറയാൻ ഒക്കത്തില്ല, നീ തന്നെ അകത്തേക്ക് നോക്ക്. എന്നിട്ട് അവനും വല്ലാതെ ഫീൽ ചെയ്ത് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും പെട്ടെന്ന് ഇമോഷണലായി അകത്തേക്ക് ചെന്ന് നോക്കും. അപ്പോഴാണ് യാനിഫെങ്കും കൂടെ, ഷാൻഷായ് അവൻ നമ്മളെ വിട്ടിട്ട് പോയി. എന്നിട്ട് അവന്മാരും പറയുമ്പോൾ ഇത് കേട്ട് അവൻ ചത്തോയെന്ന് പറഞ്ഞ് അവളും കരഞ്ഞോണ്ട് അടുത്തേക്ക് ചെന്ന് കരയും. അപ്പോഴാണ് ഇത് കണ്ട് എല്ലാരും പൊട്ടിച്ചിരിക്കുന്നത്, കാരണം നമ്മുടെ മിങ് മരിച്ച പോലെ അവന്മാർ ആക്ട് ചെയ്തതാണ്. ഇതറിഞ്ഞോടെ അവളും ദേഷ്യപ്പെട്ട്, നിങ്ങളെല്ലാരും എന്നെ കളിയാക്കുവാണോ, അവൻ മരിച്ചോ എന്ന് പറഞ്ഞ് എത്ര വിഷമിച്ചെന്നറിയാ. എന്നിട്ട് അവനായിട്ട് അടിക്കാൻ തുടങ്ങും.
അതിനുശേഷം അവൾ ആ കിഡ്നാപ്പ് ചെയ്തമാരെ കാര്യം ചോദിക്കുമ്പോഴാണ് അവന്മാരും പറയുന്നത്, ഷാൻഷായ് നീ കാണുന്ന മിങ് പണ്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നു, അവൻ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നറിയാം, അങ്ങനെ ഒരു പ്രശ്നത്തിൽ അടി വാങ്ങിച്ചവനാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്ത അയാൾ. എന്തായാലും പണ്ടത്തെ മിങ്ങിനെ ഞങ്ങൾ ലൈബ്രറി ചെന്ന് ഓരോ ബുക്കൊക്കെ വായിപ്പിച്ച് എങ്ങനെയൊക്കെ അവനെ മാറ്റിയെടുത്ത്. ഒരേശം പഴയ മിങ്ങിനെ കണ്ട നീ തന്നെ പേടിച്ചു. എന്തായാലും നിന്റെ ഭാഗ്യം, ഞങ്ങൾ ചേഞ്ച് ചെയ്ത മിങ്ങിനെ നീ പരിചയപ്പെട്ട. എങ്കിൽ ശരി, നിങ്ങൾ സംസാരിച്ചോ, ഞങ്ങൾ പോവാ. എന്നിന് അവന്മാരും പുറത്തേക്ക് പോകുമ്പോഴാണ് അവൻ അവളോട് ചോദിക്കുന്നത്, ഷാൻഷായ് നിനക്ക് ഇപ്പോഴും എന്നോടൊന്നും പറയല്ലേ, ഞാൻ നിന്നെ സഹായിച്ചൊക്കെ മറന്നോയോ? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഓ നീ പണ്ടുണ്ടാക്കിയ പ്രശ്നത്തിന് അവർ നിന്നെ അടിക്കാൻ വേണ്ടിയില്ല എന്നെ കിഡ്നാപ്പ് ചെയ്ത, പിന്നെ നിന്നെ ഞാൻ താങ്ക്സ് പറയുന്നത്. കൂടാതെ ഞാൻ വിചാരിച്ച് ഞാൻ നിനക്ക് ശല്യം തരുന്നുണ്ട് നീ എന്നെ രക്ഷിക്കാൻ വരുത്തില്ലെന്ന്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ഷാൻഷായ് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ല നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ കാണുമെന്ന്. എന്നിന് അവനും പറയുമ്പം അവളും ഫീൽ ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം F4 അവിടേക്ക് വന്നിട്ട്, ആ ഷാൻഷായ് നിനക്ക് അവനോട് പറയാനുള്ള ഇപ്പൊ തന്നെ പറ, ഞങ്ങളുടെ മിങ്ങിനെ നീ എങ്ങനെയാ കാണുന്നത്? എന്നിന് അവന്മാരെ വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ ശരിയായി, ഞാൻ അവൻ ഇതുവരെ ഒരു പട്ടിയായിട്ട് കണ്ടിട്ടുള്ളൂ. എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായി, എന്തോ ഞാൻ പട്ടിയാ? എന്നിന് അവനും ദേഷ്യപ്പെടുമ്പോ തന്നെ സൈഡിൽ നിന്ന് ഒരാൾ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കും, അതായത് നമ്മുടെ ഹുവ. അതിനുശേഷം നമ്മുടെ മിങ് ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെന്നിട്ട് അവൾ പട്ടി എന്ന് പറഞ്ഞാൽ വെച്ച് കുറെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവൾ എന്നെ പട്ടി എന്ന് വിളിച്ചല്ലേ, ഞാൻ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കാൻ പോവാ. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അമ്മ എല്ലാം കൂടെ, എടാ മിങ് നീ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നേലേ ഉള്ളു, ആദ്യം പോയി റെസ്റ്റ് എടു. എന്നിന് അവനെ സമാനപ്പെടുത്തി റൂമിലെ പറഞ്ഞേക്കുമ്പോഴാണ് അതേസമയം ഇമാലൻ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും, എടാ എന്തായാലും ഷാൻഷായ് നമ്മുടെ മിങ്ങിനെ കുറിച്ച് എന്തോ വിചാരിക്കുന്നതെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നിന് അവന്മാരെല്ലാം പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഷാൻഷായ് ഡിസ്ചാർജ് ആയി കോളേജിലേക്ക് പോകുമ്പോഴാണ് ഇവളെ കണ്ട് ലീയും ചെന്നും കൂടെ അടുത്തേക്ക് വന്നിട്ട്, ഷാൻഷായ് അതിന് മുന്നേ റിക്കവർ ആയോ? നിനക്കുള്ള നോട്ട്സിനെ കുറിച്ച് ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിന് അവർ രണ്ടുപേരും കൂടെ പറയും. അങ്ങനെ അതും വാങ്ങിച്ച് അവള് ഹുവയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവളുടെ മുറി കണ്ടിട്ട് അവനും ഒരു ബാൻഡേജ് എടുത്ത് ഇങ്ങനെ ഒട്ടിക്കും. ഷാൻഷായ് മുറിനകത്ത് ഇങ്ങനെ ബാൻഡേജ് ഒട്ടിക്കായിരുന്ന ഡസ്റ്റ് ഒക്കെ കയറി ഇൻഫെക്ഷൻ ആവും. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും, ഓ നിന്റെ എപ്പോഴും ബാൻഡേജ് ഒക്കെ സ്റ്റോക്ക് ആണോ? എന്നിന് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ഇടയിൽ കൂടെ അവിടേക്ക് നമ്മുടെ മിങ്ങും വന്നിരിക്കും. ആ രണ്ടുപേരും കൂടെ എന്തോ സംസാരിക്കുന്നത്. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും, ഓ ജസ്റ്റ് അവൻ എനിക്ക് ബാൻഡേജ് ഒട്ടിച്ചെന്നേ ഉള്ളു, നിനക്ക് അടി കിട്ടിയൊന്നും കുഴപ്പമില്ല, അതിനും നീ കോളേജ് എന്ന്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ഷാൻഷായ് നീയല്ലേ പറഞ്ഞ ഞാൻ പട്ടിയാന്ന്, അതാ ഞാൻ പെട്ടെന്ന് റിക്കവർ ആയ. എന്നിന് അവൻ പറയുമ്പോൾ അവളും, ഓ മിങ് ഞാൻ തമാശക്ക് പറഞ്ഞ. എന്നിന് അവൾ പറയുമ്പോൾ നമ്മുടെ ഹുവയും ചിരിച്ചോണ്ട്, എന്തായാലും അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, ഇഷ്ടപ്പെട്ടല്ല, അത് ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോ, ഗെറ്റ് ഔട്ട്. എന്നിന് അവനെ പറഞ്ഞേക്കും. അതിനുശേഷം അവൻ അവളോട് ചോദിക്കും, ഷാൻഷായ് നിനക്ക് ഈ മാസം 31 എന്തോന്നറിയാം? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഈ മാസം 31 ശനിയാഴ്ച, അതിനിപ്പോ എന്തുവാ? എന്നിന് അവളും പറയുമ്പോൾ അവനും ദേഷ്യപ്പെട്ട്, ഒരു സെക്കൻഡ് നിന്റെ തമാശയൊക്കെ മാറ്റി, ഈ 31 എന്റെ ബർത്ത്ഡേ. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും, ഓ ബർത്ത്ഡേ ആണോ, ഹാപ്പി ബർത്ത്ഡേ. എന്നിന് അവൾ പറയും. ഇത് കേട്ടോടെ അവനും വീണ്ടും ആ ചളി തമാശയൊക്കെ നിർത്തുന്ന പറഞ്ഞിട്ട്, ഷാൻഷായ് നിന്റെ ബർത്ത്ഡേ വിഷ് കേൾക്കാനല്ല ഞാൻ എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു, അന്ന് ബർത്ത്ഡേ പാട്ട് എന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്, അതിൽ പ്രധാനമായിട്ട് നീ വരണം, കാരണം അന്ന് എന്റെ അമ്മ വരും, ചുമ്മാ ഒന്നും വരല്, കൈ ഒരു ഗിഫ്റ്റ് ആയിട്ട് വരണം. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും, ഓ അതൊക്കെ എന്റെ ഇഷ്ടം, ആദ്യമായിട്ട് ഒരു ബർത്ത്ഡേ കാരൻ ഗിഫ്റ്റ് ആയിട്ട് വരണമെന്ന് ഫോഴ്സ് ചെയ്ത് പറയുന്നത്. എന്നിന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷാൻഷായ് ഹുവാങ്ങായിട്ട് കോഫി ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാൻഷായ് അവളോട് ഈ ബർത്ത്ഡേ കാര്യം എടുത്ത് പറയുമ്പോൾ ഹുവാങ്ങും ചോദിക്കുന്നത്, ഷാൻഷായ് അപ്പൊ നീ ബർത്ത്ഡേക്ക് അവൻ എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്? അവന് പണമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, വേറെന്തുവാ? എന്നിന് ഇവരുടെ പ്ലാൻ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഹുവാങ്ങിന് ഒരു ഐഡിയ കിട്ടി, അവൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി നമ്മുടെ മിങ്ങിന് കൊടുക്കാൻ പറയും. അങ്ങനെ ഇത് കേട്ട അവളും, എന്തുവാ ഞാൻ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനോ? അവന്റെ വീട്ടിൽ വെറൈറ്റി ആയിട്ട് കുറെ കിട്ടത്തില്ല, ഓരോത്തിനും ഓരോ ചെഫ്. എന്നിന് അവൾ പറയുമ്പോഴാണ് ഹുവാങ്ങും, ഷാൻഷായ് എന്തായാലും നീ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അവൻ കഴിച്ചാണത്തില്ല, അവൻ കഴിക്കുന്നൊക്കെ വെറൈറ്റി ഫുഡ് ആയിരിക്കും, അതുകൊണ്ട് നീ അത് തന്നെ കൊണ്ടുപോ. എന്നിന് ഹുവാങ്ങും പറയുന്ന കേട്ട് നമ്മുടെ ഷാൻഷായ് അടുത്ത ദിവസം അവന് ഗിഫ്റ്റ് ആയിട്ട് അവളുടെ കൈ കൊണ്ട് തന്നെ സ്നാക്സ് ഉണ്ടായി കൊണ്ടുപോകും. അപ്പോഴാണ് ബർത്ത്ഡേ പാർട്ടിക്ക് F4 കോട്ടിട്ട് ഫോർമലായിട്ടിരിക്കുമ്പോൾ ഇത് കണ്ട അവളും, സോറി ഞാൻ വരാൻ കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഹുവയും, ഇല്ല കുഴപ്പമില്ല ഞങ്ങളിപ്പോ വന്നേ ഉള്ളു. ഷാൻഷായ് നീ ഇവിടെ വന്നതാണോ അല്ല ഗിഫ്റ്റ് എടുത്തോണ്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് ഇവിടെ കയറിയതാണോ? എന്നിന് അവന്മാർ വയ്ക്കുമ്പോഴാണ് അവളും, അതെന്തോ നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ, ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നേ. എന്നിനവൾ പറയും. അപ്പോഴാണ് അവന്മാരും നമ്മുടെ ഷാൻഷായ് ലുക്ക് കണ്ടിട്ട്, ഷാൻഷായ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് കയറിയ മിങ്ങിന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടത്തില്ല, കാരണം മിങ് നിന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചത് നിന്നെ അവന്റെ ഗേൾ ഫ്രണ്ടാന്ന് അവന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാ, അതുകൊണ്ട് നീ ഞങ്ങളെ പോലെ ഫോർമലായിട്ട് അവൻ ഡ്രസ് ചെയ്യാൻ. എന്നിന് അവന്മാരും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ ഷോക്കായി, എന്തോ എന്നെ ഗേൾ ഫ്രണ്ടാണെന്ന് പരിചയപ്പെടുത്താനാ, ഞാനൊന്നും സമ്മതിക്കത്തില്ല. എന്നിന് അവൾ പറയുമ്പോൾ ഇതൊന്നും അവന്മാരും കേൾക്കാതെ ഷാൻഷയെ വിളിച്ചുകൊണ്ടായി അവൾക്ക് വില കൂടി നെക്ലസ് ഒക്കെ ഇട്ട് കൊടുക്കും. അതോടെ നമ്മൾ അടുത്ത എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.